ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. സ്നാക്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിംഗർ ബർഗർ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് പിന്നെ നമുക്കിപ്പം പെട്ടെന്ന് തന്നെ ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ എല്ലാം കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉപ്പ് മുളക് മാത്രം ലൈറ്റായിട്ട് സ്പൈസി വേണ്ടുന്ന രീതിയിൽ മാത്രമേ ഞാൻ മാരിനേറ്റ് ആക്കി വെക്കുന്നുള്ളൂ. ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനിൽ ഇങ്ങനെ കുറച്ച് കത്തി കൊണ്ട് ഇങ്ങനെ സ്ലിറ്റാക്കി കൊടുക്കുക. എന്നാൽ മുളകൊക്കെ കുറച്ചും കൂടി നല്ലോണം ഉള്ളിലേക്ക് കയറും. ഇത് പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് റെഡിയാക്കാനാണ് പോകുന്നത്. അപ്പം ഇത് നല്ലോണം മാരിനേറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫ്ലവറിലേക്ക് പൊടി, ഞാനിപ്പോൾ 1 കപ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഇത് നല്ലോണം കോട്ടിങ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കോട്ടിങ് എന്ന് പറയുമ്പോൾ നല്ലോണം എല്ലാ ഭാഗത്തും നല്ലോണം കൈ കൊണ്ട് കുറച്ചും കൂടി പ്രസ് ചെയ്തിട്ട് വേണം നല്ലോണം കോട്ടിങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്ക് ആ ഭാഗമൊന്നും ഈ ഫ്ലവർ എത്തില്ല. അപ്പം നോക്കി ഞാൻ ഇതേപോലെ നല്ലോണം ഫ്ലവർ എല്ലാ ഭാഗത്തും നമ്മളെ കൈ കൊണ്ട് ഒന്ന് നല്ലോണം അമർത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം ഫ്ലവറെല്ലാം മിക്സാക്കി കൊടുത്തിട്ട് ഈ ബ്രസ്റ്റ് പീസൊക്കെ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. ഇത് ഞാനിപ്പോൾ അത്ര സ്പൈസ് ചെയ്യുന്നില്ല, കാരണം നോമ്പിനൊക്കെ നമുക്ക് അത്ര സ്പൈസ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആണ് മാത്രം ഈ ഒരു റെസിപ്പി ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നല്ല ഐസ് വെള്ളത്തിൽ ഇത് ഒന്ന് മുക്കിയെടുക്കുക, പെട്ടെന്ന് തന്നെ എടുക്കണം. അതിങ്ങനെ എടുത്തിട്ട് ഒന്നും കൂടി ഈ പൊടികളിലിട്ടിട്ട് ഒന്നും കൂടി കോട്ടിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് രണ്ടാമത്തെ കോട്ടിങ് ചെയ്യുമ്പം അമർത്തിയാക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് മാത്രം ഇങ്ങനെ കുടഞ്ഞിട്ട് ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഈ ഫ്ലവറൊക്കെ നല്ല രീതിയിൽ സെറ്റായി കിട്ടും. എല്ലാ ഭാഗത്തും നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മളെ കോട്ടിങ് ഫ്ലവർ പൊടിൻ്റെ മിക്സ് നല്ല രീതിയിൽ തന്നെ കോട്ടായിട്ട് നിൽക്കും. എന്നിട്ട് അതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം നല്ല ചൂടായിട്ടില്ല നെയ്ക്കോ വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മാരിനേറ്റ് ആക്കി വെച്ചുകൊണ്ട് പിന്നെ ഓവർനൈറ്റ് ആകുന്നതാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം. പക്ഷേ ഞാനിതിപ്പോൾ 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ സ്ലോ ഫ്രൈ ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് ഉൾഭാഗം നല്ലോണം കുക്കായി വരുന്നവരെ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇത് സ്ലോ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ നന്ന കളറ് ബ്രൗൺ ആക്കി എടുക്കണ്ട. ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, സ്ലോ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാൽ നമ്മൾ നന്ന ബ്രൗൺ ആയിട്ട് ഇല്ല കളറിലേക്ക് പോകില്ല. ഇപ്പോൾ ഫ്ലവറൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചിക്കനിലൊക്കെ നല്ല രീതിയിൽ കോട്ടായിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ബന്നാണിത്. ബന്നിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. ചില ആൾക്ക് മയനീസ് ഇഷ്ടമില്ലെങ്കിൽ മയനീസ് ചേർക്കേണ്ട. അതിന് പകരം ഞാൻ കെച്ചപ്പും ഇവിടെ ലെറ്റസ്, തക്കാളി, കുക്കുംബർ ഇതെല്ലാം കൂടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നമ്മൾ സിംഗർ ചിക്കനും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത്. ആ സ്ലൈസ് ചീസും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ലെറ്റസും വെച്ച് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഫ്രൈ പാനിൻ്റെ മേലെ ഒന്ന് ചൂടാക്കിയിട്ട് ആണ് ചീസ് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നത്. ആ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പം എല്ലാവരും കൂടിയിട്ട് ഇത് ട്രൈ ചെയ്യുക. ഞാനിപ്പം 5 ബന്നിലുണ്ട് 5 സിംഗർ ബർഗേഴ്സാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ആക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ എനിക്ക് തോന്നി. കാര്യം നമ്മൾ തന്നെ ആക്കുന്നതുകൊണ്ട് ആ ഒരു നല്ല ചിക്കനും നല്ല ഫ്രൈയും ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം വീട്ടിൽ തന്നെ ആക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിപ്പം ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കാരണം ഒരു ഫില്ലിങ് നല്ലോണം ആയിട്ടുണ്ട്. ചിലതിൽ ഞാൻ മയനീസ് ഇട്ടിട്ടുണ്ട്. ചിലർക്ക് ഇപ്പം എൻ്റെ വീട്ടിൽ ചിലർക്ക് മയനീസ് ഇഷ്ടമല്ല. അപ്പോൾ മയനീസ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഇവിടെ സിംഗർ ബർഗേഴ്സ് റെഡി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട്